Hello friends, welcome to SAT, Centers Tuition Center Madathumbadi and Puthambelikira. Please subscribe to our YouTube channel for new updated videos and also visit centersintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള SSLC Maths Chapter 5 Trigonometry Trigonometry Part 10 Find the missing sides. ത്രികോണത്തിന്റെ വശങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Please visit part 1 to 9 before watching this video. നിങ്ങൾ പാർട്ട് 1 മുതൽ 9 വരെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലെ നമുക്ക് AB 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. AB ക്ലിയർ. AC എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കോൺ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് CB തന്നിട്ടില്ല. ഉണ്ടോ? ഈ വശം തന്നിട്ടില്ല. ഹൗ ടു ഫൈൻഡ് ദിസ് സൈഡ് യൂസിങ് ട്രിഗണോമെട്രി. അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി വരും, ഇപ്പുറത്തും 90 ഡിഗ്രി വരും. സോ ഇവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് വരും. അതിനുശേഷം നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കുന്നു. ക്ലിയർ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇപ്പുറത്തെ സൈഡ് കണ്ടുപിടിക്കും. ക്ലിയർ? ഈ രണ്ട് സൈഡും കിട്ടിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ദിസ് സൈഡ് ദാറ്റ് ഈസ് BC is equal to പൈതഗോറസ് തിയറം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ ഇവിടെ കിട്ടുന്നതിന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ കിട്ടുന്നതിന്റെ സ്ക്വയർ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, trigonometry applied only to right triangles. 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര നമ്മൾ വരയ്ക്കുന്നത്. ദെൻ ഫൈൻഡ് ദിസ് സൈഡ് യൂസിങ് ദിസ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വശം കണ്ടുപിടിക്കുന്നു ഫസ്റ്റ് യൂസിങ് ട്രിഗണോമെട്രി സൈൻ. അതുപോലെ ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വെരി സിമ്പിൾ ആണ്. A മുതൽ B വരെയുള്ള അകലത്തിൽ നിന്ന് A മുതൽ ഈ സൈഡ് വരെയുള്ള അകലം, ഇത്രയും അകലം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വശം കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയായിട്ട് വരും. ഓക്കെ, നോക്കാം നമുക്ക്. ത്രികോണത്തിലെ മൂന്നാമത്തെ വശമായ BCയുടെ നീളം കണക്കാക്കണം. BC ക്ലിയർ? അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കൺസ്ട്രക്ഷൻ നടത്തിയത്. സിയിൽ നിന്ന് ഇങ്ങോട്ട് ABയിലേക്ക് ഒരു വര വരച്ചു. അപ്പോൾ നമുക്കിവിടെ ഒരു മട്ടത്രികോണം കിട്ടി. ഓക്കെ, ഇനി ഇപ്പോൾ BCD എന്ന മട്ടത്രികോണത്തിൽ ദാറ്റ് ഈസ് BCD ക്ലിയർ? BCD എന്തോ മട്ടത്രികോണത്തിൽ BC സ്ക്വയർ ദാറ്റ് ഈസ് കർണം സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ, ഇത് ബേസ് സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. ഇറ്റ് ഈസ് പൈതഗോറസ് തിയറം. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് പൈതഗോറസ് തിയറം. ഒരു മട്ടത്രികോണത്തിന്റെ നീളം കൂടിയ വശത്തിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു അതിന്റെ ബേസിന്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയർ. ക്ലിയർ? അത് നമ്മുടെ മനസ്സിലിട്ടേക്കുക. അതിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് BC നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡ് വേണം. ഓക്കെ, ക്ലിയർ? ഈ സൈഡ് കാണാനായിട്ട് നമുക്കറിയാൻ പാടില്ലാത്ത ഈ ഒരു സൈഡും നമുക്കറിയാവുന്ന ഈ ഒരു സൈഡും നമുക്കറിയാവുന്ന ഈ ഒരു ആംഗിളും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യണം. ഈ ആംഗിളിന്റെ ആരാണത്? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ക്ലിയർ? ഓക്കെ, ആൻഡ് ഇതെന്താ? ഈ 6 സെന്റിമീറ്റർ ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് ഹൈപ്പോട്ടിനസ് ആണ്. ഓക്കെ, ക്ലിയർ? ഹൈപ്പോട്ടിനസ്. അപ്പോൾ നമ്മൾ എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട വശത്തിന്റെ ബന്ധം എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നിരിക്കുന്ന ആംഗിളുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വശത്തിന്റെ ബന്ധവും നമ്മൾ നോക്കണം. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആള് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് തന്നിരിക്കുന്നത് കർണമാണ്, ഹൈപ്പോട്ടിനസ് ആണ്.
അപ്പോൾ ഈ ഓപ്പോസിറ്റും ഹൈപ്പോട്ടിനസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ആരാണ്? സൈൻ. ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊസീക്ക് എടുത്ത് ചെയ്യാം, ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ 40 ഡിഗ്രിയുടെ എതിർവശമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, കർണമാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? 40 ഡിഗ്രിയുടെ എതിർവശം എനിക്ക് കണ്ടുപിടിക്കണം, തന്നിരിക്കുന്നത് കർണം. ഓക്കെ, അപ്പോൾ എതിർവശം ഡിവൈഡഡ് ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് സൈൻ. അപ്പോൾ ഞാൻ സൈൻ എടുക്കാൻ പോകും. സൈൻ വാട്ട്? സൈൻ 40 ഡിഗ്രി. സൈൻ 40 degree is equal to opposite side, that is CD divided by hypotenuse is 6 centimeter. So it is very easy. What is CD? 6 ഇങ്ങോട്ട് നമ്മൾ ഗുണിക്കുക. ഓക്കെ, ഇവിടെ ഹരിച്ചിരിക്കുന്നത് സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണനാവും. സോ CD equal to 6 into sin 40 degree. Sin 40 degree. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സാറേ സൈൻ 40 ഡിഗ്രിയോ? അതെന്താ? ഞങ്ങൾ പഠിച്ചിരിക്കുന്ന സൈൻ 30, 60, അതുപോലെ 45, ഇത്രയല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. എങ്ങനെ സൈൻ 40യുടെ വില എത്രയാണ് സാർ? ഓക്കെ, സൈൻ 40യുടെ വില നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിലുണ്ട്. സൈൻ 40, കോസ് 40, ടാൻ 40, അങ്ങനെ 1 മുതൽ 100 വരെ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടാവും സൈൻ 40 എത്രയാണ്, കോസ് 40 തരും, ടാൻ 40 തരും. അതിന് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ സൈൻ 40യുടെ വില എന്താണെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഗിവൺ, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. CD ഈ വശം കാണാനായിട്ട് സാർ എന്താ ചെയ്തത്? സൈൻ 40 എടുത്തു. സൈൻ 40 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് CD ഡിവൈഡഡ് ബൈ 6. ദെൻ CD അവിടെ നിർത്തിയിട്ട് ഈ 6നെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ CD is equal to 6 into sin 40. Then 6 into what is the value of sin 40? sin 40യുടെ വില എന്താ? ഇങ്ങനൊരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന വില സൈൻ, പിന്നെ കോസ്, പിന്നെ ടാൻ. അപ്പോൾ സൈൻ 40 ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൈൻ 40 is equal to 0.6428. Put the value 0.6428. Clear? Okay. So അങ്ങനെ 6 into 0.6428 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.86 centimeter കിട്ടും. So this is the answer, 3.86 centimeter. അപ്പോൾ നമുക്ക് ഒരു വശമായി എന്ത്? CD. ഇനി നമുക്ക് ഈ വശം കണ്ടുപിടിക്കാം. നമ്മുടെ ലക്ഷ്യം എന്താ? DB യൂണി കണ്ടെത്തിയാലാണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഈ അളവ് കിട്ടുള്ളൂ. പക്ഷെ DB നമുക്ക് ഇവിടെ കണ്ടെത്താൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടെത്തണം. ആര്? AD. AD കണ്ടെത്തിയതിന് ശേഷം ടോട്ടൽ നമ്മുടെ നീളം 7 സെന്റിമീറ്റർ ഉണ്ട്. അതിൽ നിന്ന് AD കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് BD കിട്ടും. ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു ഫൈൻഡ് AD. നോക്കൂ, ഇവിടെ എനിക്ക് ഈ വശമാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? എനിക്ക് തന്നിരിക്കുന്നത് 6 സെന്റിമീറ്റർ. വേണമെങ്കിൽ 3.86 വെച്ച് എനിക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ഹൈപ്പോട്ടിനസും തരാത്ത ഈ അളവും, എന്നിട്ട് ഈ 40 ഡിഗ്രിയുമായിട്ട് കണക്ട് ചെയ്യുക. 40 ഡിഗ്രിയുടെ ആരാണിത്? 40 ഡിഗ്രിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വശമാണത്, AD. കൺസിഡർ ദിസ് ട്രയാങ്കിൾ ഓൺലി. ഓക്കെ, ദിസ് ട്രയാങ്കിൾ 40 ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണെന്ത്? AD. ഓക്കെ, ദിസ് ഈസ് അഡ്ജസ്റ്റന്റ് സൈഡ്. And this is always hypotenuse. Hypotenuse is always opposite to 90 degree. So what is the ratio that connect to the adjacent side and the hypotenuse? Adjacent side and hypotenuse തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? cos 40 degree. Okay, is equal to adjacent side, that is AD. Okay, divided by hypotenuse, that is 6 centimeter. From this AD അവിടെ നിർത്തുക, ഈ 6നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഹരിച്ചേക്കുന്ന നമുക്ക് ഗുണനാവും. that is AD is equal to, okay, 6 into cos 40 degree. Clear? cos 40യുടെ വില ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല.
cos 40 വാല്യൂ നമുക്ക് ഇവിടെ ടേബിളിൽ നോക്കിയാൽ അറിയാം. cos 40 is equal to 0.7660. ക്ലിയർ? ഇതാണ് cos 40യുടെ വില. then put that value here. so AD is equal to 6 into 0.7660. ക്ലിയർ? സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AD കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. AD is equal to AC cos 40, that is 6 into 0.766, that is 4.6 centimeter. ക്ലിയർ? 4.6 centimeter. സോ ഇനി BD നമുക്ക് കണ്ടുപിടിക്കണം. BD വെരി സിമ്പിൾ ആണ്. എന്താണ് BD? എങ്ങനെയാണ്? BD is equal to ഈ 7ൽ നിന്ന് ഇവിടെ നമുക്ക് കിട്ടുന്ന നമുക്കിവിടെ 4.6 centimeter കിട്ടി. അതവിടെ കുറച്ചാൽ മതി. 7 minus 4.6 centimeter is equal to 2.4. So the answer is 2.4 centimeter. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ മട്ടത്രികോണത്തിന്റെ ഈ വശമായി ഇനി വെരി സിമ്പിൾ അല്ലേ? എന്ത് കണ്ടുപിടിക്കാം? BC കാണാനായിട്ട് എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ് സ്ക്വയർ കണ്ടാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. ദാറ്റ് ഈസ് BD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. അതിന്റെ റൂട്ട് എടുക്കുക. ഇറ്റ് 3.86 centimeter ഹോൾ സ്ക്വയർ പ്ലസ് താഴെയുള്ള 2.4 ഹോൾ സ്ക്വയർ. അതിന്റെ റൂട്ട് എടുക്കുക. ദ ആൻസർ ഈസ് 4.54 centimeter. Okay, clear? Sir, is there any other method to find this side? ഉണ്ട്. വേറൊരു മെത്തേഡ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, the side opposite to the vertex A taken as small letter A. കണ്ടോ? Similarly, vertex B, ഈ ക്യാപിറ്റൽ B യുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന വശത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ B കൊണ്ട് സൂചിപ്പിച്ചു. സിമിലാർലി ഈ ക്യാപിറ്റൽ C യുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന വശത്തിനെ C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? A യുടെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ A, B യുടെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ B, C യുടെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ C. ഇത്രയും വശം, അങ്ങനെ 3 വശങ്ങൾ A, B, C. ക്ലിയർ? അങ്ങനെ ഒരു ത്രികോണത്തിന്റെ, സപ്പോസ് ഒരു ത്രികോണത്തിന്റെ ഇത് B, ഇത് C, ഇങ്ങനെ ഒരു ത്രികോണം തന്നിട്ട് ഇതിന്റെ നേരെയുള്ള വശം A സ്മോൾ ലെറ്റർ A, ഇതിന്റെ നേരെയുള്ള വശം സ്മോൾ ലെറ്റർ B, ഇതിന്റെ നേരെയുള്ള വശം സ്മോൾ ലെറ്റർ C. ഓക്കെ, ഇങ്ങനെ നമുക്ക് തന്നിരുന്നാൽ നമുക്ക് ഈ വശം കണ്ടുപിടിക്കണം. B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? Take this angle as A degree. Angle A. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വശം കാണാൻ A സ്ക്വയർ is equal to ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ സ്ക്വയർ, ദാറ്റ് ഈസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കണം BC. എന്നിട്ട് BC കോസ് ഇവിടെയുള്ള ആംഗിൾ കോസ് A. ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ? ഒന്നുകൂടി പറയാം. അതായത് നിങ്ങൾക്ക് ഈ വശമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ A സ്ക്വയർ is equal to ഈ വശം B സ്ക്വയർ പ്ലസ് ഇവിടെ തന്നിരിക്കുന്ന വശം C സ്ക്വയർ. അതാദ്യം ചെയ്യുക. അതിൽ നിന്ന് 2 ഇൻറ്റു ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുക. അതായത് B ഇൻറ്റു C. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കോസ് ഇവിടെയുള്ള ആംഗിൾ, സപ്പോസ് ഈ കേസിലാണെങ്കിൽ 40 ഡിഗ്രി, കോസ് 40 നമ്മൾ കോസ് A എന്ന് പറയും. അതായത് ഈ ആംഗിൾ, ഈ വെട്ടെക്സിനാണ് നമ്മൾ പറയുന്നത്. ഇവിടെയുള്ള ആംഗിളിനെയാണ് ആംഗിൾ A, ഇവിടെയുള്ള ആംഗിൾ ആണെങ്കിൽ ആംഗിൾ B, ഇവിടെയുള്ള ആംഗിൾ ആണെങ്കിൽ മൊത്തം നമ്മൾ ആംഗിൾ C എന്ന് പറയുന്ന പോലെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ കോസ് A എന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് 8 ഡിഗ്രി, ദെൻ A സ്ക്വയർ, ദിസ് സൈഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു C സ്ക്വയർ, മറ്റൊരു സൈഡിന്റെ സ്ക്വയർ പ്ലസ് B സ്ക്വയർ, വേറൊരു സൈഡിന്റെ സ്ക്വയർ മൈനസ് 2C ഇൻറ്റു B, 2 ഇൻറ്റു ഈ വശം ഇൻറ്റു ഈ വശം കോസ് ഈ ആംഗിൾ. സപ്പോസ് A സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ. 7 എവിടെ നിന്നാണ് 7 കിട്ടിയത്? സിയുടെ സ്ഥലത്ത് 7 ഉണ്ടോ? 7. ഓക്കെ, ആൻഡ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ ഉണ്ടോ? B സമം 6
and 2 into C. C എത്രയാണ് 7 into B, that is 6. Okay, cos 40. Clear? Cos 40 യുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാലോ. Cos 40 is equal to 0.7660. So ആ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. Clear? So 7 square 49, 6 square 36. ഇത് മൂന്നും കൂടി ഗുണിക്കുമ്പോൾ you will get 84. Then cos 40 യുടെ വാല്യൂ അപ്ലൈ ചെയ്തു 0.760. ഇനി ഇത് രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. ഇത് രണ്ടും കൂടി നിങ്ങൾ കൂട്ടുകയും വേണം. So a square is equal to 49 plus 36 is equal to 85. 84 into 0.760 is equal to 64.344. So a square is equal to 20.656. ഇത് കുറയ്ക്കാം. ഇനി a കാണാൻ അതിൻ്റെ റൂട്ട് എടുക്കുക. ആൻസർ ഈസ് 4.54 centimeters. സെയിം ആൻസർ. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി പറയാം സാറ്, നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ തന്നിരിക്കുന്നു, ഇടയിലുള്ള ഒരു ആംഗിളും തന്നിരുന്നാൽ ഈ മൂന്നാമത്തെ വശം നമ്മൾ എങ്ങനെ കാണും? രണ്ട് വശങ്ങൾ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, ഒരു വശത്തിന്റെ വാല്യൂ തന്നിട്ടില്ല. സപ്പോസ് എ ആണ് തരാത്തതെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബാക്കി തന്നിരിക്കുന്ന രണ്ട് വശങ്ങളുടെ സ്ക്വയർ, ദാറ്റ് ഈസ് സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു തന്നിരിക്കുന്ന രണ്ട് വശങ്ങൾ സി ഇൻറ്റു ബി കോസ് എ എന്ന് പറഞ്ഞ ആംഗിൾ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ എ സ്ക്വയർ ആണ് ആണെങ്കിൽ നമ്മൾ കോസ് എ വരും, ബി സ്ക്വയർ ആണെങ്കിലോ കോസ് ബി. കണ്ടോ? അപ്പം മറ്റ് രണ്ട് വശങ്ങൾ മാറും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ജനറലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയണത്. നിങ്ങൾക്കിനി ഏത് ആംഗിൾ തന്നിരുന്നാലും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾ നോക്കും, സാറേ എങ്ങനെയാണ് ഈ ഫോർമുല വന്നത്? ചിലർക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, ചിലർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഹൗ ദിസ് ഫോർമുല derived. Okay, let us look into the derivation of this formula. Okay, clear? Consider A, B, C and a degree. This side is M. Okay, this side നമ്മൾ M ആയിട്ട് എടുക്കുക. And A to D, this side A to D, consider this is A to D taken as D. And E, D to B taken as E. Clear? First of all, find M using trigonometry. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം സി ഡി ബി എന്ന് പറയുന്ന ഒരു ത്രികോണം ഇവിടെ ഉണ്ട്. കണ്ടോ? ആ ത്രികോണത്തിന്റെ 3 വശങ്ങളാണ് എം, ഇ, എ. ക്ലിയർ? വാട്ട് ഈസ് സൈൻ എ? Sin A is equal to opposite side divided by hypotenuse, that is m by b. From this equation we can find m, b ingode gunichal madi. Okay, so m is equal to b sin A, b ingode varumbo b into sin A. Clear? Sir, എന്താ ചെയ്തത്? ഈ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചു നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ m is equal to b sin A. Okay, sin A എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, m by b. Okay, അതിനകത്ത് m is equal to b പ്രത്യേകം ഗുണിച്ചു, m is equal to b sin A. സിമിലാർലി ഞാൻ ഈ സ്മോൾ ലെറ്റർ d, ഈ ഇവിടുന്ന് a മുതൽ d വരെയുള്ളത് കണ്ടാൽ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോസ് എടുക്കണം. ഓക്കെ, cos A is equal to adjacent side by hypotenuse. Clear? Adjacent side, ഈ a യുടെ ഈ ആംഗിളിന്റെ adjacent side d by hypotenuse. So it is equal to d is equal to b പ്രത്യേകം ഗുണിക്കുമ്പോൾ d is equal to b cos A. Okay, clear? And we know that what is E? നമ്മൾ നേരത്തെ ചെയ്തതാണ്. ടോട്ടൽ ഇവിടെയുള്ള ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? d കുറയ്ക്കണം. That is c minus d. So E is equal to c minus d. Clear? ഇവിടം വരെയുള്ള അകലത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇത്രയും അകലം കുറച്ചാൽ നമുക്ക് E കിട്ടും. ഓക്കെ, എന്തിനാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്? എങ്കിലാണ് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് A കാണാൻ പറ്റുള്ളൂ. സോ നൗ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ നമുക്കായി. ഒന്ന് A, നമുക്ക് തരാത്ത വശം. 2 ഈ വശം m എന്ന് പറഞ്ഞാൽ b sin A, m is equal to b sin A, and db is equal to c minus d. Clear? Okay, അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂസ് ഇവിടെ കിടക്കട്ടെ. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, according to Pythagoras theorem we know that this is hypotenuse, this side square is equal to e square plus m square or m square plus e square. Okay, so from Pythagoras theorem a square, Karnam square, hypotenuse square, that is a square, is equal to
base square, that is e square, plus perpendicular side square. And we know that what is e? E is equal to c minus d. Put c minus d instead of e. Okay. So e ക്ക് പകരം നമ്മൾ c minus d കൊടുത്തു. e ക്ക് പകരം. What happened is c minus d square plus m. m ന് പകരം നമ്മൾ b sin a കൊടുത്തു. b sin a. Clear? Whole square. The next step il nammal idu expand cheyanam. It's very simple. It like the formula a minus b whole square. a minus b whole square. We know that what is a minus b whole square? It is a square minus 2ab plus b square. Okay, square. Here a യുടെ പ്ലേസിൽ c ആണ്. Instead of a, here c. Instead of b, here d. Okay. So what first value a square, that is c square, minus 2 into a, that is c, into b, that is d, plus b square, that is d square. That's all. And b sin a whole square എന്ന് പറയുമ്പോൾ b യുടെ സ്ക്വയർ sin ന്റെ സ്ക്വയർ. That's all. Okay. Clear? And what is d? What is d? We know that d is equal to b cos a. Clear? Next step il namukku d യുടെ പ്ലേസിൽ b cos a കൊടുക്കും. So a square, c square, 2c, d. Instead of d, put this value. So b cos a plus d square. Instead of d square, put this value, that is b square cos square a plus b square sin square a. Clear? ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞാലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ a square is equal to c square minus 2cb cos a plus b square. ഇവിടെ ഒരു cos square a ഉണ്ട്, ഇവിടെ ഒരു sin square a ഉണ്ട്. രണ്ട് സ്ഥലത്തും b square ഉണ്ട്. b square സാർ പുറത്തേക്ക് എടുത്തു. ക്ലിയർ? അപ്പോൾ നമുക്ക് cos square a plus sin square a കിട്ടി. ക്ലിയർ? ഇനി ഇതെന്താണ് സാർ cos square a plus sin square a? നമുക്ക് നോക്കാം. Consider a right triangle. If its side is 3, one side is 4, then it will be 5 according to Pythagoras theorem. 3 square plus 4 square, that is 9 plus 16 is equal to 25. So root of 25 is equal to 5. So according to Pythagoras theorem, the hypotenuse is always 5 if the sides of the right triangles are 3 or 4. 3 and 4. So consider an angle angle A. Here it is an angle A, B, C. This is angle A. According to sin A is equal to opposite side by hypotenuse. Okay, that is 4 by 5. What is cos A? Cos A is equal to adjacent side by hypotenuse. That is 3 by 5. 3 by 5. Then what is sin square A? Square. This is square A. Okay, is equal to 16 മോളിത്തിന്റെ സംഖ്യയുടെ സ്ക്വയർ divided by 25. Clear? What is cos square A? Is ഇതിനെ സ്ക്വയർ ചെയ്യണം. is equal to 9 divided by 25. Okay. നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു മറ്റൊരു എടുത്തു. ഒരു വശം 3, പെർപെൻഡിക്കുലർ സൈഡ് 4 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 5. ദെൻ നമ്മൾ സൈൻ കണ്ടുപിടിച്ചു. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 4 by 5. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് 3 by 5. സമീപവശം ബൈ കർണം. ഇത് നമ്മൾ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 by 5 സ്ക്വയർ ചെയ്യണം. കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 by 5 സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തു. ഇനി ഇവർ നമ്മളൊന്ന് കൂട്ടിയേ. അതായത് സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടി കൂട്ടാൻ പോകുന്നു സാർ. ദാറ്റ് ഈസ് 16 by 25 പ്ലസ് ദിസ് വൺ, ദാറ്റ് ഈസ് 9 by 25. What happened is 16 plus 9, that is 25. Clear? Divided by താഴെ 25 plus 25 ചെയ്യാൻ പാടില്ല, കൂട്ടറേനെ നമ്മൾ ഒരു പ്രാവശ്യം എഴുതാൻ പാടില്ല 25. So what happened?
നോക്കൂ നിങ്ങൾ മുകളിലും 25 താഴെ 25 വെട്ടിപ്പോയി. The answer is equal to 1. That means sin square A plus cos square A is always 1. You can check for another triangle. Cos square A plus sin square A. The sum of this is equal to 1. Clear? So next step il nammal aa sthalathu 1 aanu kodukkunnu. Okay. So what happened is our equation is A square is equal to C square minus 2C B cos A plus B square. ഇത് നമ്മൾ റീഅറേഞ്ച്മെന്റ് ആണ്. അതായത് നമ്മൾ ഇവിടെ കിടക്കുന്ന ഈ ബി സ്ക്വയറിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് എഴുതും. ദാറ്റ്സ് ഓൾ. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ദിസ് ബി സ്ക്വയർ മൈനസ് 2CB കോസ് എ. ക്ലിയർ? ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ കോസ് എ. ക്ലിയർ? ബാക്കിയുള്ള രണ്ട് വശങ്ങൾ അതായത് സിയും ബിയും ഇവിടെ ആഡ് ചെയ്യണം. അതിൻ്റെ സ്ക്വയർ മൈനസ് എഴുതിയിട്ട് സിയും ബിയും തമ്മിൽ ഗുണിക്കണം. 2CB. അത്രയേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഒരു ട്രയാങ്കിൾ ആണ്. അതിന് രണ്ട് വശങ്ങൾ ബിയും സിയും തന്നിരിക്കുന്നു. ഒരു ആംഗിളും തന്നിരുന്നാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വെർട്ടെക്സുകൾ പേര് കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ എ, അതാണ് ക്യാപിറ്റൽ എ ആംഗിൾ എന്ന് പറയുന്നത്, അതിൻ്റെ നേരെ സ്മോൾ ലെറ്റർ ഇടുക. ക്യാപിറ്റൽ ബിയുടെ നേരെ സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ സിയുടെ നേരെ സ്മോൾ ലെറ്റർ സി. ഓക്കെ. സോ എ സ്ക്വയർ എങ്ങനെ കാണും? ഈ വശമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ കോസ് അതിൻ്റെ നേരെ കിടക്കുന്ന ആംഗിളാണ് വരുന്നത്. ഓക്കെ. ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ നമ്മൾ കണ്ടു കൂട്ടുക. -2 ഇൻറ്റു ആ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കാം. ഓക്കെ. ഈ ബി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കും സപ്പോസ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ കോസ് ബി എടുക്കണം, ഇതെടുക്കണം. ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ നമ്മൾ കണ്ടെത്തി ആഡ് ചെയ്യുക. -2 ഇൻറ്റു ആ രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കാം. ക്ലിയർ? ഇനി നമുക്ക് സി ഇതാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റ് രണ്ട് വശങ്ങളുടെ സ്ക്വയർ ആഡ് ചെയ്യുക. -2 മറ്റ് രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിക്കുക. കോസ് നമുക്ക് സി ആണ് കാണേണ്ടതെങ്കിൽ സി ഈ ആംഗിൾ കോസ് ദിസ് ആംഗിൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. ക്ലിയർ? ഓക്കെ. സോ ദീസ് ആർ ദ 3 ഫോർമുല ആൻഡ് ഇൻ ട്രിഗണോമെട്രി ഇറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൊസൈൻസ്. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ആംഗിൾസ് യൂസിങ് ലോ ഓഫ് സൈൻസ്. ലോ ഓഫ് സൈൻസ് ഉണ്ട്. അപ്പോൾ ലോ ഓഫ് സൈൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് വരുന്ന വീഡിയോസിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. സപ്പോസ് നിങ്ങളുടെ ടീച്ചർ അനുവദിക്കുകയാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടെത്താം. ഓക്കെ. Visit part 11. Please like, share and comment. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.